ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും അഭിമാന നിർജിതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. കഴിഞ്ഞ 42 ദിവസങ്ങളായി നമ്മൾ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, ത്യാഗമനോഭാവത്തോടെ അനുഷ്ഠിച്ചു വരുന്ന വലിയ നോമ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഈശോ മിശിഹായുടെ രക്ഷാകര ചരിത്രത്തിൻ്റെയും ക്ലൈമാക്സ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട് അറിയാൻ പോകുകയാണ്. ഈശോ മിശിഹ തൻ്റെ രക്ഷാകര ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജെറുസലേം നഗരത്തിലേക്കും ദേവാലയത്തിലേക്കും കടന്നു വരികയാണ്. ഈശോ മിശിഹ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ മുമ്പേ പോയി വഴിയരികിൽ കാണുന്ന കഴുതക്കുട്ടിയെയും കഴുതയെയും കൂട്ടിക്കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഈ ഓശാന തിരുനാളിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനും സഹോദരന്റെ നന്മകൾക്കും വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്നേഹവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും നമ്മുടെ വിശ്വാസവും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നമ്മുടെ നല്ല മനസ്സുമൊക്കെയാണ്. ദൈവത്തിന് യാത്ര ചെയ്യുന്ന വാഹനമായി കഴുതയും കഴുതക്കുട്ടിയും മാറിയതുപോലെ ഇന്നത്തെ ലോകത്തിൽ ഈശോനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഈശോയുടെ വാഹനമായി മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മളിലൂടെ ഈശോയെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് ഈ ഓശാന ഞായറാഴ്ച നമുക്ക് പരിശ്രമിക്കാം. ഈശോ വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ജെറുസലേം നഗരത്തിനെ സമീപിക്കുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആർപ്പുവിളികളിലൂടെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള ഹോസാന എന്ന പദം ഉറക്കെ ചൊല്ലിക്കൊണ്ട് അവനെ സ്വീകരിക്കുകയാണ്. ഈശോയെ രാജാവും രക്ഷകനും ദൈവപുത്രനുമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഹോസാന പാടി അവർ ഈശോയെ എതിരേറ്റത്. മാമോദിസായിലൂടെ ഈശോയുടെ സഭയിൽ അംഗങ്ങളായി തീർന്നു നമുക്ക്. വിശുദ്ധ കുർബാനയിലൂടെ, സഭയിലെ മറ്റു കൂദാശകളിലൂടെ, ദൈവവചന പഠനങ്ങളിലൂടെ, വേദപാഠ ക്ലാസ്സുകളിലൂടെയൊക്കെ ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴികളിൽ അനേകം അനുഗ്രഹങ്ങൾ നൽകി നമുക്ക് കൂട്ടായി വെളിച്ചമായി നമ്മുടെ കൂടെ നിന്ന് തമ്പുരാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്കും ഉറക്കെ ഏറ്റുപറയാം. ഹോസാന പാടി നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ രാജാവും രക്ഷകനുമായി നമുക്ക് സ്വീകരിക്കാം. ഹോസാന പാടി എതിരേറ്റ അതേ ജനം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവനെ ക്രൂശിക്കുക എന്ന് ഒറ്റിക്കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഹോസാന നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. കർത്താവിനെ അനുകരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേ ഈശോ ഇതെല്ലാം ഏറെ സ്നേഹത്തോടു കൂടി സഹിക്കുവാനായിട്ട്, തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സഹനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ അധികമായി ദുഃഖിക്കാതെ, അധികമായി ആഹ്ലാദിക്കാതെ, ഒരു മിതത്വത്തോടുകൂടി എല്ലാത്തിനെയും സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുവാനായിട്ട് ഈ ഓശാന ഞായറാഴ്ച നമുക്ക് തീരുമാനങ്ങളെടുക്കാം.
ജനത്തിൻ്റെ ആർപ്പുവിളികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന യേശു ക്രിസ്തു ജെറുസലേം നഗരത്തിൽ നിന്ന് നേരെ ചെല്ലുന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാ ആലയമായി അറിയപ്പെടണമെന്ന് വിശ്വസിക്കുന്ന യേശുനാഥൻ അവിടെ കച്ചവടം നടത്തുന്ന എല്ലാ കച്ചവടക്കാരെയും അവിടുന്ന് പുറത്താക്കി ദേവാലയ ശുദ്ധീകരണം നടത്തുകയാണ്. ഹോസന ഞായർ ആഘോഷിച്ചുകൊണ്ട് വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയമാകുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ദേഷ്യം, വിദ്വേഷം, പക, അസൂയ, മറ്റെല്ലാ പാവപ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴുകി മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാക്കി നമ്മുടെ ശരീരങ്ങളെ മാറ്റാം. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ലവനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ശേഷം ഈശോ തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികളെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആവശ്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഈശോനാഥനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളാൽ സാധിക്കുന്ന എല്ലാ നന്മകളും ചെയ്യുവാനായിട്ട് നമുക്കും ഈ ഓശാന ഞായറാഴ്ച തീരുമാനമെടുക്കാം. നമ്മുടെ ചെറിയ വാക്കുകൾ കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട് അനേകം ആളുകളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന നല്ല ക്രിസ്ത്യാനികളായി നമുക്ക് മാറാം. കുരുത്തോലകൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലും വാഹനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയെ എതിരേൽക്കുന്ന നല്ലൊരു ക്രിസ്ത്യാനിയായി നമ്മൾ മാറുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോയുടെ മുഖമായി തീർന്നുകൊണ്ട് ഈശോയെ പോലെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് ജീവിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഈ ഓശാന ഞായറാഴ്ചയെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കർത്താവിനെ നമ്മുടെ നാഥനും രക്ഷകനും രാജാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചോദിച്ചു വാങ്ങാം. നമ്മുടെ കർത്താവായ ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.